ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് അതിഗംഭീരമായിട്ട് നമ്മുടെ സ്വന്തം മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ്. നീണ്ട 400 സിനിമകൾ അദ്ദേഹം ചെയ്തു നമുക്ക് വേണ്ടിയിട്ട്. അദ്ദേഹം കഴിഞ്ഞ 66 വർഷം ഇല്ലേ, 1960 ജനിച്ചു. മെയ് മാസം 21 ജനിച്ചു. അദ്ദേഹം സിനിമയിൽ വന്നത് തന്നെ ഒരു വില്ലനായിട്ടാണ്. ആ വില്ലനിൽ നിന്ന് അദ്ദേഹം ഒരു ഹീറോ ആയി മാറി. പിന്നെ ഹീറോയിൽ നിന്ന് വലിയൊരു സ്റ്റാറായി മാറി. ഇപ്പം മലയാളത്തിൻ്റെ അഹങ്കാരമായി മാറി. ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഒരു റേഞ്ച് ഓഫ് ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം അത്ര വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു ഗ്രോത്താണ് മോഹൻലാൽ എന്ന വ്യക്തിയിൽ ഉണ്ടായത്. കാരണം അദ്ദേഹം ഒന്ന് ആദ്യം തന്നെ ഒരു വില്ലനായി വരുന്നു. പിന്നെ വില്ലന് ശേഷം അദ്ദേഹം ഒരു ക്യാരക്ടർ അടിച്ച് അദ്ദേഹം പിന്നെ ഒരു നായകനാവുന്നു. അതൊക്കെ പറയുമ്പോൾ ഒരു അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചില ഒരു എന്താ പറയുക, ഒരു വില്ലനെ വന്ന് പിന്നെ അങ്ങനെ ഒരു 5-6 സിനിമ ചെയ്തു അങ്ങനെ ബാക്കോട്ട് പോയി പോകുന്നൊരു കാഴ്ചയാണ് നാം പലപ്പോഴും കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് വെച്ചാൽ അദ്ദേഹം കാണിക്കുന്ന സിനിമയോടുള്ള ആ ഒരു ഭ്രാന്ത്, അദ്ദേഹം അത് തന്നെയായിരിക്കും ചിലപ്പോൾ അദ്ദേഹം നായക പരിവേഷത്തിലെത്താനും പിന്നെ അതിനുശേഷം അദ്ദേഹം ഒരു സ്റ്റാറായി ഇപ്പോൾ മലയാളത്തിൻ്റെ ഒരു അഹങ്കാരമായി ഇല്ലേ, മൺ ഓഫ് അഹങ്കാരമായി. രണ്ടുപേരും അഹങ്കാരമുണ്ട്. അതിലൊരു അഹങ്കാരമാണ് നമ്മുടെ സ്വന്തം മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹം ചെയ്യാത്ത സിനിമകളും ചെയ്ത സിനിമകളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുന്നത് വാനപ്രസ്ഥമാണ്. വാനപ്രസ്ഥത്തിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള സംഭവം ഡ്യൂപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ടിലെല്ലാം തന്നെ ശ്രീ മോഹൻലാൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു സിനിമ ഉണ്ട്, പറയാൻ പറ്റുകയാണെങ്കിൽ കുറേ അധികം സിനിമകൾ നമുക്കുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോമഡി സിനിമകളാണ്. പക്ഷേ സീരിയസ് ആയിട്ടുള്ളൊരു പടം കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകാത്തത് കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം കണ്ടിരിക്കണം വന്നിരിക്കും. വളരെ കോമഡി നിറഞ്ഞ സിനിമകൾ, മിന്നാരം ആയിക്കോട്ടെ, പാരം പ്ലസാരം കിന്നാരം ആണെങ്കിലും അങ്ങനെ കുറേ അധികം സിനിമകൾ ഇപ്പോൾ നമ്മുടെ നാടോടിക്കാരുണ്ട്. ഇതൊക്കെ തന്നെ വളരെ രസകരമായിട്ടുള്ള കുറേ കൾട്ട് മൂവീസായിട്ട് വരുന്നതാണ്. എന്തായാലും ഇതൊരു മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഈ ഇത്രയും കാലത്തെ ഒരു സിനിമാ പരിചയം, സിനിമയുടെ ഈ ഒരു ആക്രാന്തം ഇല്ലെങ്കിൽ ഒരു ഭ്രാന്ത് എന്നൊക്കെ പറയില്ല, ആ ഒരു ഭ്രാന്ത് ഇനിയും കൂടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ കൂടുമ്പോൾ കുറേ അധികം ഒട്ടുമിക്ക നല്ല സിനിമകളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയും ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ആയിട്ട് മാറും. കാരണം ഇന്നാണ് ദൃശ്യം 3യുടെ റിലീസ്. ദൃശ്യം 1ഉം 2ഉം കണ്ട് വിസ്മയിച്ച് നമ്മൾക്ക് ദൃശ്യം 3യുടെ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലൊരു അടിപൊളി കിടക്കാച്ചി ഒരു ക്ലൈമാക്സ് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പടം സൂപ്പർ ഹിറ്റാവും. കാരണം അത്ര മനോഹരമായിട്ടാണ് 1ഉം 2ഉം കഴിഞ്ഞ്. അപ്പോൾ അതിനേക്കാൾ ഒരു പടി മുന്നിൽ നിർത്താനാണ് ജിത്തു ജോസഫ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ആൻ്റണി പെരുമ്പാവൂർ എന്ന പ്രൊഡ്യൂസറും. എന്തായാലും ഈ ഒരു ട്രിബ്യൂട്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും കൂടി കൊടുക്കുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക്. എന്തായാലും ഈ ഒരു സിനിമ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാ മലയാളികളും അദ്ദേഹം സിനിമകൾ കാണുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേ ആശംസ അറിയിപ്പിക്കുന്നതിന് ഒരു പക്ഷേ എല്ലാവരും സിനിമ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും. എന്തായാലും ഈ ഒരു നല്ല മുഹൂർത്തം, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഈ മഹാപ്രതിഭ മലയാളക്കരയിൽ ജനിച്ചതും നമുക്കൊക്കെ നമ്മുടെ സ്വന്തം സ്റ്റാറായി മാറി നമ്മൾ ഏറെക്കുറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ്. കാരണം ഒരിക്കലും മറ്റ് ഇൻഡസ്ട്രിക്ക് അവകാശപ്പെടാൻ പറ്റുന്നൊരു ആക്ടേഴ്സ് എല്ലാം മോഹൻലാലും മമ്മൂട്ടി എന്നും പറയുന്നത്. കാരണം നമുക്കുള്ളത് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരമല്ല, സ്വകാര്യം ആ ഒരു സ്വകാര്യത, ഒരു അഹങ്കാരത്തിൻ്റെ അപ്പുറത്തെങ്കിൽ ആ ഒരു സാധനമാണ് ശരിക്കും മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാളത്തിൽ. അതിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ, മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ചെയ്യുന്നൊരു അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ആക്ടിങ്ങിന് എല്ലാവർക്കും ഇമ്പ്രസീവാണ്. കാരണം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം തന്നെ ആയിരിക്കും ആ ക്യാരക്ടർ ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും അത് വളരെ ഈസി ആയിട്ട് തോന്നും. ഒരു ഡയറക്ടർ എന്ന നിലയിൽ പലരും പറഞ്ഞിരിക്കുന്നത് ഈസി ആയിരിക്കും നമുക്ക് കാണുമ്പോൾ. പക്ഷേ അത് പല സിനിമയിൽ വന്ന പോലെ അദ്ദേഹം തോന്നിയാൽ പോലും ഒരു ക്യാരക്ടറൈസേഷനിൽ ആ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൽ എല്ലാ ക്യാരക്ടറും മോഹൻലാലിൽ മാറാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു റിപ്പീറ്റേഷൻ വന്നാലും നമ്മൾ കാണും. കാരണം അതൊരു സ്റ്റാറാണ്. സ്റ്റാറിൻ്റെ എത്ര റിപ്പീറ്റേഷൻ വന്നാലും നമ്മൾ കാണും. അത് ചിലപ്പോൾ മമ്മൂട്ടി വരുമ്പോൾ ഒരു ക്യാരക്ടറായി മാറും. പക്ഷേ മോഹൻലാൽ ക്യാരക്ടറായി മാറാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ ഒരു ക്യാരക്ടർ അദ്ദേഹമായി മാറ്റിയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് പ്രസൻറ്റ് ചെയ്യും. അത് വളരെ ഈസിയായി മെത്തേഡിൽ നമുക്ക് തോന്നുകയും പക്ഷേ എന്നാലും അത് എല്ലാവരും അംഗീകരിക്കുന്നതും കൂടിയാണ്. അപ്പോൾ എന്തായാലും മോഹൻലാൽ എന്ന വ്യക്തിക്ക് അടിപൊളി ഒരു ബർത്ത്ഡേ ഞാൻ ആശംസിക്കുകയാണ്. ഇനിയും കുറേ അടിപൊളി സിനിമകൾ ചെയ്ത് ഞങ്ങളെ വിസ്മയിപ്പിക്കട്ടെ. കാരണം ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്ന കുറേ സിനിമകൾ ഇനിയും വരാനുണ്ട്. കാരണം ഒരു സ്റ്റാർഡം ബേസ് മൂവീസ് എല്ലാം ഒരു ക്ലാസ് ബേസ് മൂവീസൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മോഹൻലാൽ എന്ന പ്രതിഭയുടെ ഈ വാനപ്രസ്ഥത്തിന് ശേഷം ഒരു ക്ലാസിക് മൂവിയിൽ നമ്മൾ കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെ അവെയറില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഇതുവരെ ഒരു നല്ലൊരു ക്ലാസ് മൂവിയായിട്ട് വാനപ്രസ്ഥത്തിന് ശേഷം കണ്ടിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തിന് നല്ലൊരു വാനപ്രസ്ഥം പോലെ ഒരു നല്ലൊരു സിനിമയും കൂടി ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ആശംസയും കൂടിയിരുന്നു. കാരണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ തലമുറയിലെ ആളുകൾക്കും കൂടി മോഹൻലാൽ എന്ന റേഞ്ച് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. എന്തായാലും മോഹൻലാലിനെ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനും ഇനിയും മലയാളക്കരയും ലോക സിനിമയിലേക്ക് വിസ്മയിപ്പിക്കാനും കഴിയട്ടെ. ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു കൈയാണ്. ഇനിയും അംഗീകാരങ്ങൾ കൂടി വരട്ടെ.
എല്ലാ അതിർവരമ്പുകളും കടത്തി ഒരു നല്ലൊരു സിനിമകൾ ഇനിയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. നല്ലൊരു ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. എന്തായാലും മോഹൻലാലിനെ ഹാപ്പി ബർത്ത്ഡേ ബ്രോ ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും ലെറ്റ്സ് പ്ലേ ബാൻ. അങ്ങനെ ഇനിയും ആ സിനിമയോടുള്ള ആ ഒരു ഭ്രാന്തും അഭിനിവേശമൊക്കെ കൂടി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ ഗൈസ്, ബൈ സി യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ സി യു, ടേക്ക് കെയർ.